ഗൈസ് അപ്പൊ 4 കിലോ വട്ടും കറലും എടുത്തിട്ടുണ്ട്. അപ്പൊ നാടൻ കുരുമുളക് ഇട്ട് ഫ്രൈ അടിക്കാൻ പോവാണ്. ഓക്കെ. ആഹാ ഇളക്കി അങ്ങോട്ട് മറിക്കാമേ. സെറ്റ് ഇതുണ്ടോ? നല്ല ചൂടുണ്ടല്ലേ കരള് കരള് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഞാൻ നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ് അപ്പൊ ഞങ്ങൾ അടിപൊളി വീഡിയോ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ പറഞ്ഞോണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് നല്ല കോഴിയുടെ നല്ല വട്ടും കറലും എടുത്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ കൊണ്ടുവന്ന് നല്ല കുരുമുളക് ഇട്ട് നല്ല നാടൻ കുരുമുളക് ഇട്ട് നമ്മളത് ഫ്രൈ അടിച്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫ്രൈ ചെയ്യാൻ പോകുന്നത് വട്ടും കരളും. വട്ടം എന്ന് പറഞ്ഞ വട്ടം എന്ന് വെച്ചാൽ മറ്റേ കൂമ്പെന്നൊക്കെ പറയും. കൂമ്പെന്ന് പറഞ്ഞ കൂമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോടെ അതിന്റെ പേര്? കരളിന്റെ കൂടെ മാങ്ങാണ്ടി. മാങ്ങാണ്ടി ഹൃദയം ഹൃദയം തരത്തില്ലേ? എന്താ തന്ന മാങ്ങാണ്ടി അല്ല മാങ്ങാണ്ടി എന്നൊക്കെ പറയാ. എനിക്കറിയത്തില്ല മാങ്ങാണ്ടി കരളെന്ന് പറയില്ലേ? വട്ടും കരളും വട്ടും കരളും മാങ്ങാണ്ടി എന്നൊക്കെ പറയുന്ന സാധനമാണ് നമ്മളിന്ന് ഫ്രൈ അടിക്കാനായിട്ട് പോകുന്നത്. രേശു കഴിക്കുവാടിയത് ലിവർ കഴിക്കുമല്ലേ? ഇപ്പൊ അച്ഛനാണ് ട്രാക്ടറിന്റെ പോയിക്കോണം കേട്ടോ. അച്ഛനാണെങ്കിൽ ഇപ്പൊ വിളിക്കാനായിട്ട് പോകണം. ദാസപ്പനൊക്കെ ആണെങ്കിൽ നമ്മുടെ പിള്ളേരെല്ലാവരും ഉണ്ട്. പിള്ളേരെല്ലാം അപ്പുറത്ത് ക്രിക്കറ്റ് കളിയൊക്കെയാണ് കേട്ടോ. അമ്മമാർ വന്നില്ല. അമ്മമാർ വേറെ അമ്മമാരെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ മത്സരക്കളിയൊക്കെയാണ്. അപ്പോൾ അമ്മയുണ്ട്, അമ്മ അകത്തുണ്ട് കേട്ടോ. അമ്മ ഇച്ചിരി റെസ്റ്റിലാണ്. അമ്മയ്ക്ക് വയ്യാവേ ചൂടൊക്കെ ആയതുകൊണ്ട് അമ്മ ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊന്നൊരു അടിപൊളി വട്ടും കാര്യങ്ങളും നമ്മളൊന്ന് അടിപൊളി ഫ്രൈ ആക്കാൻ വേണ്ടി പോവാണ്. ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് പോവാണല്ലേ? അതെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോയാലോ? ഗൈസ് അപ്പൊ 4 കിലോ വട്ടും കറലും എടുത്തിട്ടുണ്ട്. അപ്പൊ നാടൻ കുരുമുളക് ഇട്ട് ഫ്രൈ അടിക്കാൻ പോവാണ്. ഗൈസ് അപ്പൊ നമ്മുടെ വട്ടും കറലും എല്ലാം നല്ല വെട്ടി വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്ത പരിപാടി എന്തോ? ഇനി നേരെ പാചകത്തിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ തീയെല്ലാം കത്തിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഇതേ പാത്രം കൊണ്ട് ഇറങ്ങി കൊടുക്കാം കേട്ടോ. നമ്മള് ചട്ടി ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചെടുക്കാം. അപ്പൊ നമുക്ക് കടുകിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ കടുകൊക്കെ കണ്ട പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ട ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ. 10 രൂപയ്ക്ക് നമ്മൾ മേടിച്ചതാണ് കേട്ടോ. 10 രൂപയ്ക്ക് മേടിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. 10 രൂപയുടെ കേട്ടോ. കണ്ടോ? അതായത് ആച്ചിയുടെ 10 രൂപ അങ്ങനെ കത്തി. ഗൈസ് നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി നമ്മൾ മേടിച്ച ഒരു ഇതാണ് ബോക്സ് കേട്ടോ. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്യണം. നല്ല തീയാ കേട്ടോ. കേട്ടോ എന്തോ അടുത്ത് എല്ലാം കൂടെ തക്കാളി പച്ചോള് ഭയങ്കര തീയായിരുന്നു കേട്ടോ. ഭയങ്കര തീയായിരുന്നു. കൊടു ചെറിയ കാര്യമുണ്ട്. ഗ്യാസ് എല്ലാം കുറയ്ക്കാൻ. നല്ല അയ്യത്തോന്ന് പറിച്ചോണ്ട് വന്ന മഞ്ഞള് പൊടിച്ചെടുത്തയാ. ആര്? കടക്കാര്. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അടുത്ത നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പന്റെ ഇത്ര പോണോ? കല്ലുപ്പ്. ഇതപ്പോ നല്ല രീതി നമ്മളിങ്ങനെ വഴട്ടി എടുത്തോണ്ടിരിക്കുവാണ്. വഴട്ടി എടുത്തോണ്ടിരിക്കല്ലേ? എന്തോ വരട്ടി അങ്ങോട്ട് എടുത്തോണ്ടിരിക്കുകയാണിത് അല്ലേ? എന്തോ എന്ത് മസാല ഇടാൻ ടൈം ആയിട്ടുണ്ട്. ഇട്ടെടുക്കാം. മസാല ഇട്ട് നമുക്ക് നല്ല വില സെറ്റാക്കി എടുക്കാം. അതെ. 10 രൂപയുടെ മസാല 2 എണ്ണം 20 രൂപ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആഹാ നല്ല മണം വരുന്നുണ്ട്. മസാലയുടെ മണം ഇല്ലേ? ആഹാ എന്തൊരു മണം. എന്താ മണം? ഇതപ്പോ അച്ചായ വന്നായിരുന്നു. അച്ഛൻ വന്നിട്ടാണ് ഇപ്പം അമ്പലത്തിലോട്ട് വരെ പോവാണ്. നമ്മുടെ മസാല എല്ലാം നല്ലോണം മൂത്ത് വന്ന് നല്ല കിടില മണം വന്നോണ്ടിരിക്കുവാണ്. അതെ. നമുക്ക് ഇനി നല്ല മുളക് പൊടി മല്ലിപ്പൊടി കൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ. ചേർക്ക് പൊടി മല്ലിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് കറക്റ്റ് അളവിൽ ഇട്ടോ. ഓക്കെ ഗൈസ്. അപ്പൊ അമ്മയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത് കേട്ടോ. പുറകെ എല്ലാം പറഞ്ഞു തന്നോണ്ടിരിക്കുവാണ്. നമ്മുടെ മസാല അല്ലാതെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുവാണ്. അതേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം കരളിനകത്ത് ഇത് വെള്ളം ഇറങ്ങും. എങ്ങനെയുണ്ട് ഇവന്റെ പാചകം? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അവനെല്ലാം അറിയാം. അവനെ
നല്ലതുപോലല്ലേ അറിയാം, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം അമ്മ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ? അടുത്ത കരലിട്ട് കൊടുക്കാൻ വേണ്ടി പോവുക. ഓക്കെ. വേണ്ട വട്ടും കരളും എന്തോ ഇതൊക്കെ പറ. വട്ടും കരലും നമ്മളവിടെ ഇറങ്ങി കൊടുക്കാൻ പോവാ. ഓക്കെ. ആഹാ, എല്ലാം ഇറക്കി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇളക്കങ്ങോട്ട്. നമ്മുടെ കരളെല്ലാം നമ്മൾ ഇങ്ങനെ മിക്സ് ചെയ്തോണ്ടിരിക്കുവാണേ. അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് മസാല അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് പിടിച്ചോണ്ടിരിക്കുവാണ്. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. 10-ന്റെ നമ്മളെല്ലാം 10-ന്റെ കുരുമുളക് അങ്ങനെയല്ലേ മേടിക്കുന്നത്. അതെ, അല്ലെ കളിപ്പിക്കുവോ അവര്? ഇല്ലേ അമ്മേ? നമുക്ക് അല്ല, നമ്മള് 40-ന്റെ പഠിച്ചു കഴിഞ്ഞാൽ എത്ര എണ്ണം പറ്റും? നമ്മളെ പൊടിച്ചായിരുന്നു നമ്മുടെ ഈ കുരുമുളക് എന്ന് പറിച്ച് അതൊക്കെ തീർന്നു. അതെ, അതുകൊണ്ട് നമ്മള് 10-ന്റെ എത്തേക്കുവാണ്. കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്തിന്റെ തേരോട്ടം, വല്യമാമല മേലെ പറക്കുന്ന ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. കണ്ട കണ്ട മാനത്ത് കണ്ട ചക്കിപ്പരുന്തിന്റെ തേരോട്ടം, വല്യമാമല മേലെ പറക്കുന്ന ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. പാടവാളം പാടത്ത് വെള്ളം വെള്ളത്തിൽ എന്നെ വിളിക്കുന്നത്, വല്യമാമല മേലെ പറക്കുന്ന ചക്കിപ്പരുന്തിന്റെ തേരോട്ടം. ഓടി ചെയ്യാറുമാറുമാറുമൽ സ്വാമി, അടിക്കാമോ അടിക്കടിക്കാറുമൽ സ്വാമി, പാടുമോടി ചെയ്യാറുമാറുമാറുമൽ സ്വാമി, അടിക്കാമോ അടിക്കടിക്കാറുമൽ സ്വാമി, പാട്. ആഹാ, ഇളക്കി അങ്ങോട്ട് മറിക്കാമേ. അമ്മേ, മഴ വരുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇത് ഇങ്ങനെ തന്നെ കഴിക്കേണ്ട വരും കേട്ടോ. നമുക്ക് ഫ്രൈ ചെയ്യാൻ ചിലപ്പോൾ ടൈം കിട്ടത്തില്ലായിരിക്കും. നല്ല ഗൈസ്, അപ്പം മഴയാണ് ചെറുതായിട്ട് പൊടിയുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വരട്ടൊന്നും നടക്കത്തൊന്നും ഇല്ല. നമുക്ക് ഇങ്ങനെ തന്നെ ചോറിനകത്ത് ഒഴിച്ച് കഴിക്കേണ്ടി വരും. ഇപ്പം തന്നെ വന്ന് സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനും ഒന്ന് വരണ്ട് വരണം. നമ്മുടെ കരളൊക്കെ നല്ല അങ്ങോട്ട് മുരിഞ്ഞ ചാറൊക്കെ മാറി അങ്ങോട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. എടാ ഒന്ന് ഇളക്കിയടാ. നെയ്യെല്ലാം ഇറങ്ങിയിരിക്കും കേട്ടോ. നെയ്യെല്ലാം കൂടെ ഇളകിയിരിക്കും. ഇളക്കി അങ്ങോട്ട് കൊടുത്തു ഉണ്ടോ? അങ്ങനെ പഠിച്ചേ. പകുതി കരളും പൊടിഞ്ഞു പോയി. നല്ല തീയിലായിരുന്നു. അപ്പോൾ കഴിക്കാം. അപ്പുറത്ത് നമ്മുടെ പിള്ളേരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കോട്ടെ. ചോറെല്ലാം അവന്മാരോടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിക്കാടാ. കഴിക്കാം. കഴിച്ചപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് പോകണം കേട്ടോ. ദേ നമ്മുടെ കരളൊക്കെ നമ്മൾ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടെന്ന്. ഇല്ലടാ? അതെ, ഇവിടെ നമ്മുടെ ചോറും ഉണ്ട്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇങ്ങോട്ട് കോരി ഇങ്ങോട്ട് കാണിച്ച മോനെ. ആഹാ, ഓ സെറ്റ് ഇതുണ്ടോ? അപ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി സാധനമാണ്. അപ്പം കഴിക്കണം. നല്ല കൊതി ഉണ്ടല്ലേ? എങ്ങനെയുണ്ട്? പൈസപ്പം തന്നെ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ ഇവിടെ കഴിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ അല്ലുപ്പിനും മൈച്ചനും ഗോകുലൊന്നും ഇല്ല. അമ്മമാരൊരു സ്ഥലം വരെ പോയിക്കുവാണ്. അപ്പം അമ്മ ഇവിടെ ഉണ്ട്. അച്ഛനും ഒരു സ്ഥലം വരെ പോയിക്കുവാണ്. അവർക്കെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. രേഷു ആണെങ്കിൽ റെസ്റ്റ് ആണ് കേട്ടോ. അപ്പം രേഷു കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇപ്പം അവർക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം വേണ്ട, ഞങ്ങൾ തന്നെ ഇവിടെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലേ? വേണ്ടേ? അതെ. ആഹാ, അപ്പം കഴിക്കാം. നല്ല ചൂടുണ്ടല്ലേ? കരള് നല്ല സവാള അങ്ങോട്ട് വെച്ചിട്ട് എന്നോട് ചുരുട്ടിങ്ങനെ പിടിച്ചിട്ട് എങ്ങനെണ്ടാ? ഓ, എങ്ങനെണ്ടാ? നല്ല സൂപ്പറായിട്ടുണ്ടല്ലേ? വട്ട്. ഓ, സെറ്റായിട്ട് കഴിക്കും കോട്ടയന്മാരെല്ലാം. കടി കൂമ്പ്. കൂമ്പ് വഴി. അപ്പൊ നമ്മൾ കുറച്ച് നാടൻ മോരുകറി ഒഴിച്ചു.
അങ്ങോട്ട് വെച്ചിട്ട് ആ നമ്മൾ പഴങ്കഞ്ഞി കുടിക്കുന്നതാണ്. ഞാനാണെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെ ഞാൻ കഴിക്കാനായിട്ട് പോകണം കേട്ടോ. എൻ്റെ അടുത്തുകൊണ്ട് വെട്ടം കൊണ്ടുപോകാം. ആഹാ ഇതുണ്ടോ ഇപ്പം നല്ല ചൂടൊക്കെ ആറി നല്ല സെറ്റായിട്ട്. ആഹാ അടിപൊളി അടിപൊളി അടിപൊളി. ഗൈസ് അപ്പോൾ ഞങ്ങൾ ചേട്ടാ ഫുഡൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളി സാധനമായിരുന്നു. എങ്ങോട്ടായിരുന്നു എങ്ങോട്ടായിരുന്നു സീൻ കൊള്ളായിരുന്നു, അടിപൊളി സാധനമായിരുന്നു കേട്ടോ. പിള്ളേരെല്ലാം ഓടി പോയിട്ടുണ്ട്. അവർക്ക് നാളെ മറ്റന്നാളൊക്കെ പരീക്ഷ ഉണ്ട് കേട്ടോ. അവർ പെട്ടെന്ന് ഓടിപ്പോയി. അപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളി സാധനമായിരുന്നു. ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. ശരി വാ പോവാ വീട് തുടങ്ങാറായി.